സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിനായിരിക്കും കാണാം. അപ്പോൾ വാങ്ങിനോട് അവൻ്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ടാവും ക്ലാസ്സിൻ്റെ ടൈം ആയിക്കണം, വേഗം സ്കൂൾക്ക് പോകാൻ പറയും. അറ്റ് ദ സെയിം ടൈം ന്യൂസിൽ കാണിക്കും നമ്മൾ ആ 4 എംബ്ലംസിൻ്റെ നമ്മൾ ഷിയാങ്ങിനെ പിടിച്ചിട്ടുണ്ടാവും പറയാം. ആ തല പൊട്ടിയിട്ട് താഴ്ത്തി കുനിയില്ല, അയാളെ പിടിച്ചിട്ടുണ്ടാവും എന്ന് പറയും. പിന്നെ സീന് മാറിയിട്ട് കാണാതെ ഓർഗനൈസേഷൻ ആയിരിക്കും. അവിടെ ആണെങ്കിൽ എല്ലാവരും നിന്നിട്ട് കൂടി ചർച്ച ചെയ്യായിരിക്കും ഷിയാങ്ങിനെ കൊണ്ടുപോകേണ്ടത് തന്നെ. അപ്പോൾ ഇവരെ പ്ലാൻ എന്താ വെച്ചാൽ ഇനി പ്രതികാരം വീട്ടണം. കാരണം എന്താ വെച്ചാൽ ഇവരെ ടീമത്തെ ഒരു മെയിനായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ റിവെഞ്ച് എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ ചങ്ങായി ആണെങ്കിൽ പറയും റിവെഞ്ച് എടുക്കണമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ മാസ്റ്റർ എന്ന് വരും, ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ വെച്ചാൽ മതി അറിയും. പിന്നെ അയാൾ തന്നെ പിന്നെ പറയും സൂ ഇല്ലേ, നമുക്ക് എന്താ വെച്ചാൽ പണി കൊടുക്കാം, നിങ്ങൾ ബേജാറാവില്ല, ഇപ്പം നമ്മൾ മാസ്റ്ററിനെ സ്വീകരിക്കാൻ വേണ്ടത് പറയും. ശേഷം പിന്നെ സീന് മാറിയിട്ട് സിങ്കിനായിരിക്കും കാണുക. സിങ്ക് ആണെങ്കിൽ നമ്മളെ ഫ്രോഗിനോട് പറയുന്നുണ്ടാവും മാസ്റ്റർ ഒരു ഡീമൻ അമ്യൂസ്മെന്റ് പാർക്കിന്റെ തീമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കും ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അറിയും. അപ്പൊ നമ്മൾ ഫ്രോഗി ചോദിക്കും അങ്ങനെ അണ്ടർഗ്രൗണ്ട് സ്പിരിച്വൽ എങ്ങനെ ഉണ്ടാക്കുക ചോദിക്കും. അപ്പൊ വേഗം ഒരു സാധനം കാണിച്ചു കൊടുക്കും. അപ്പൊ സിങ്ക് ആണ് പറയും മാസ്റ്റർ ഇതില് 2 പാക്കറ്റ് ക്രിസ്പി ടൂൾസ് ആഡ് ചെയ്തിരിക്കണം, മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതും വേ ഓഫ് ഹെവന്റെ ഹെൽപ്പില്. മാസ്റ്റർ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഫ്രോഗി. അപ്പൊ ഫ്രോഗി ചോദിക്കും പക്ഷെ ഇതെങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. നെക്സ്റ്റ് സീനിൽ നമ്മൾ സർ വാങ്ങാൻ പറയും ഇത് അണ്ടർഗ്രൗണ്ട് വീനാണ്. എങ്ങനെ വെച്ചാൽ സയന്റിഫിക് കൾട്ടിവേഷനിലെ സെൻട്രോസ്ഫിയർ ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഇമ്പൾസ് വെച്ചിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കാരണമാണ് അണ്ടർഗ്രൗണ്ട് സ്പിരിച്വൽ വീൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മെറഡിയനോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസോ ഒക്കെ ആയിട്ട് അവിടെ ഭയങ്കര തടിച്ചതും മെലിഞ്ഞതും ആയിട്ടുള്ള വീൻസ് ഉണ്ടാവും. അതിൽ ഭയങ്കര തിക്കായിട്ടുള്ളതിന് നല്ല സ്പിരിച്വൽ ഇമ്പൾസും അതുപോലെ തന്നെ തിന്നായിട്ടുള്ളതിന് കുറച്ച് അതായത് വീക്കായിട്ടുള്ള സ്പിരിച്വൽ ഇമ്പൾസും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വീൻസ് പൊട്ടി പോകാണെങ്കിൽ ഭയങ്കരമായിട്ട് സൂപ്പർ നാച്ചുറൽ വിഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ എൻ്റെ സ്പിരിച്വൽ ഇമ്പൾസ് ആണെങ്കിൽ വീക്ക് ആവാനും തുടങ്ങും. ഇനി എപ്പോഴാണോ ഈ ക്ലാസ്സിൽ ഇറങ്ങുന്നത് ആ ടൈമിലും എൻ്റെ സ്പിരിച്വൽ ഇമ്പൾസ് കുറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഡൗട്ട് വയ്ക്കും അപ്പം നമുക്ക് ഈ സ്പിരിച്വൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല വയ്ക്കും. അപ്പോൾ സാറ് പറയും ആർട്ടിഫിഷ്യലി ഇത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഹ്യൂമൻസിന് കമ്പയർ ചെയ്തുമ്പോൾ ഇത് പോസിബിൾ അല്ല, കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ട് നമുക്ക് ഇമ്പൾസ് ഉണ്ടാകേണ്ടിയിട്ട് വരും. അങ്ങനെ സാറാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് എൻഡ് ചെയ്തിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഗോ ആണെങ്കിൽ വിളിച്ചാലും പുറത്തത് മഞ്ഞ് വീണു പറയും. അപ്പോൾ സാറാണെങ്കിൽ എന്ത് ജൂണിൽ മഞ്ഞോ എന്തപ്പോൾ ഇത് കഥ പറയും. അപ്പോൾ സിങ്ക് ആണെങ്കിൽ നമ്മൾ വാങ്ങിനോട് പറയും മാസ്റ്റർ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വേഗം പറയും എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഓര് രണ്ടാളും ഓർന്ന് നീച്ചു പോകും. പിന്നെ സീനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സേർഡ് സെയിൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മളെ സാർ വരും. അപ്പോൾ ആ ഒരു സമയത്തിൽ മഞ്ഞ് ഭയങ്കരമായിട്ട് പെയ്തിട്ട് അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. അപ്പോൾ സാറ് വന്നിട്ട് പറയും നിങ്ങളെന്താ അതിനൊന്നും ചെയ്യാത്തത്, നിങ്ങളെന്താ നിങ്ങളെ അവകാശം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിക്കാണോ ചോദിക്കുമ്പോൾ നമ്മളെ സാറാണെങ്കിൽ അതിന് തന്നെയാണ് എന്നുള്ള രീതിക്ക് പറയും. സാറല്ല സോറി മാസ്റ്റർ. അപ്പോൾ സാർ പറഞ്ഞപ്പോൾ നിങ്ങൾ അവകാശം ഒന്നും ചെയ്തിട്ടില്ലേ, നമ്മൾ കുട്ടികളെ പ്രശ്നത്തിലാക്കാൻ പറ്റില്ല അറിയുമ്പോൾ നമ്മൾ സാർ സെയിൻ്റ് ആണെങ്കിൽ പറയും, അതായത് പ്രൊഫസർ ആണെങ്കിൽ പറയും എനിക്ക് പവർ തന്നെ എനിക്കറിയവരൊക്കെ സൂക്ഷിക്കാനും പറയും. അപ്പോൾ സാർ പറയും എന്നാലും ഇതൊക്കെ എന്താ എത്ര പെട്ടെന്ന് ഉണ്ടായത് ചോദിക്കും. ഇനിയിപ്പോൾ അത് സേർഡ് ഇമ്മോർട്ടൽ സോങ്ങിൻ്റെ കാരണമല്ലല്ലോ ചോദിക്കുമ്പോൾ മാസ്റ്റർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കണ്ടപ്പോൾ സാർ വാങ്ങാണല്ലോ പറയും ഞാൻ ഒക്കെ നിങ്ങൾക്ക് വിട്ട് തരികയാണ് പറയും. പിന്നെ സീന് പറഞ്ഞിട്ട് വാങ്ങിനായിരിക്കും കാണാം. വാങ്ങാണെങ്കിൽ ഗ്രൗണ്ടിൽ വന്നിട്ട് എല്ലായിടത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരിക്കും. അപ്പോൾ നമ്മൾ സിങ്ക് പറയും മാസ്റ്റർ നമ്മുടെ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ട് സ്പിരിച്വൽ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക പറയും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മളെ വാങ്ങിൻ്റെ മേത്തേക്കാണെങ്കിൽ ഓരോ ബോൾസ് ആയിട്ട് നമ്മളെ ഗുവോ അതുപോലെ തന്നെ ചെന്നൈ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വാങ്ങാണെങ്കിൽ അതിനൊക്കെ അടിപൊളിയായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സിങ്കാളിൽ പറയും മാസ്റ്റർ ആരൊരാൾ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടി പറയും. അപ്പോൾ ഇനിയും നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മേത്ത് സംശയം വെക്കും എന്ന് പറയും. അപ്പോൾ ഓനല്ല സ്നോബോൾ തട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ അവിടേക്ക് സുന്നും ലീനൊക്കെ വരും. ഓല് ഇതേപോലെ തന്നെ ബോൾസൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ സിങ്കാളിൽ വന്നിട്ട് പറയും സ്നോസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഇത് പ്രശ്നമാവും എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങി പറയും ഇല്ല കുഴപ്പമില്ല പേടിക്കണ്ട അതൊക്കെ സെറ്റാക്കാൻ പറയും. ശേഷം അവിടെയുള്ള എല്ലാവരും അടിപൊളിയായിട്ട് ഇതിലിങ്ങനെ ബോൾസ് വെച്ചിട്ട് കളിച്ചിട്ടും അതുപോലെ തന്നെ സ്പിരിച്വൽ സ്വേർഡ് യൂസ് ചെയ്ത് കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തണുപ്പ് പിന്നെയും കൂടും. അങ്ങനെ ഇവരൊക്കെ പാടി ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ കയറി പോകും. പിന്നെ പറഞ്ഞാൽ മിസ് പാനായിരിക്കും. അപ്പോൾ മിസ് പാൻ പറയും അണ്ടർഗ്രൗണ്ട് സ്പിരിറ്റ് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മൾ സാർ വാങ്ങി പറയും പേടിക്കണ്ട സേർഡ് സൈൻഡ് ഉണ്ടല്ലോ നമ്മളപ്പം അയാളൊക്കെ ശരിയാക്കിക്കോളും എന്ന് പറയും. പിന്നെ ഒരു ചായ അടിച്ച് ചില്ലാവ് പറയും. അപ്പോൾ നമ്മൾ ടീച്ചർ എനിക്ക് കുട്ടികളോട് ചില പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാർ പറയും ഇനിയിപ്പോൾ അഥവാ സ്വേർഡ് സൈൻഡ് ഒന്നും രക്ഷിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ രക്ഷിക്കും നിങ്ങൾ കുട്ടികളെന്ന് പറയും. എന്നിട്ട് മിസ് പാൻ ചോദിക്കുന്നിട്ട് നിങ്ങൾ സ്വേർഡ് സൈൻഡിന് ഒരു അവകാശത്തിന് കിട്ടിയോ ചോദിക്കും. അപ്പോൾ സാറ് പറയും ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ അല്ലേ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഫാക്ഷനിൽ വന്നതായിരിക്കും. അപ്പോൾ മിസ് പാൻ പറയും ഇനിയിപ്പോൾ അത് സുൻറാവായിരിക്കുമോ എന്ന് ചോദിക്കും, അതായത് നമ്മൾ സുന്നായിരിക്കുമോ ചോദിക്കും. അപ്പോൾ സാർ പറയും ഓൾ ടാലൻറ്റഡ് ആണ് ശരിയാണ്, പക്ഷേ എങ്കിൽ നമുക്ക് ആരും കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അറിയും. അങ്ങനെ പിന്നെ സീന് പറഞ്ഞിട്ടാണ് അത് ചെന്നാണെങ്കിൽ ഒരു ക്ലാസ് റൂം തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരിക്കും. പക്ഷേ ലോൻ്റെ കൈ ആണെങ്കിൽ അതിന് ഐസ് ആയിട്ടുണ്ടാവും, ലൈക്ക് അവൻ്റെ കൈമ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അപ്പുറത്തുനിന്ന് പറയും അതിമ ഡോർമ ഹാൻഡിലുമ്പോൾ കൈ വെക്കല്ലേ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ വേറൊരു കുട്ടിയുടെ നാവോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരെ കൈ കൂടി ഒട്ടിപ്പിടിക്കാൻ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഇവരാണെങ്കിൽ കുത്തിപ്പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഗോ അറിയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, അത് പൊളിക്കാൻ പാടില്ല, അത് ഇങ്ങനെ പവർ യൂസ് ചെയ്തിട്ടാണ് ഈ പവർ യൂസ് ചെയ്തിട്ട് ചെയ്തത്, കാരണം എന്ന് വെച്ചാൽ അത് പവർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പറയും. അപ്പോൾ സുന്ന പറയും ഈ നല്ലൊരു ഫയറിൻ്റെ ആർട്ട് യൂസ് ചെയ്തിട്ട് അതിന് ഓപ്പൺ ആക്കി പറയുമ്പോൾ എനിക്ക് പറ്റും ഞാൻ പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്
അവനോട് ഫയറിൻ്റെ ആർട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇത്തിരി പവറിലായിരിക്കും ഫയർ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സുന്നാലിൽ കളിയാക്കിയിട്ട് അറിയിച്ച് ഞങ്ങളെ ക്ലാസ്സിലത്തെ മോണിറ്ററാണ്, എന്നിട്ടും കൂടി എനിക്ക് ഇത്രക്കല്ലേ പറ്റുന്നുള്ളൂ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ഗുവ ആണെങ്കിൽ കളിയാക്കി പറയും കിട്ടിയ ചാൻസ് എല്ലാം മുതലാക്കാന്നുള്ള രീതിക്ക് പ്രിപ്പറേഷൻ ടൈം എത്ര എടുത്താലും ഇപ്പോൾ എന്താ ആർട്ട് പവർ ഇത്രയല്ലേ ഉള്ളൂ പറയും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചെന്നാലും മൂങ്ങിച്ച് അവിടുന്ന് ഓടാൻ നിൽക്കും. അപ്പോൾ ഇവനാണെങ്കിൽ നോക്കും, ഗുവ ആണെങ്കിൽ നോക്കുമ്പോൾ ഓൻ്റെ ലേസർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ചെന്നിന് സമാധാനം വായിച്ചുകൊണ്ടില്ല എൻ്റർടൈൻമെൻറ്റ് അമ്മ ഒപ്പമുള്ള ആടെ അറിയും. അങ്ങനെ വെച്ചാൽ സുനിൽ ഇന്നും ട്രൈ ചെയ്ത് നോക്കുമ്പോഴും ഇതേപോലെ തുള്ളി മാത്രമായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സുനിലിന് ഏകദേശം കാണാൻ മനസ്സിലാവും എന്താ വെച്ചാൽ ഇവിടെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റുള്ളതുകൊണ്ട് നമ്മളെ സ്പിരിച്വൽ വിങ്ങിന് താഴത്തുള്ള അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള സ്പിരിച്വൽ വിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കും എന്ന് പറയും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമ്പൾസ് ചേഞ്ച് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് മാത്രം ഇതാക്കാൻ പറ്റുന്നത് പറയുമ്പോൾ ഗുവ പറയും നമ്മൾ ഇനി അത് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ ലിന്നാൾ തണുത്തിട്ട് വറക്കണുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നാൾ ഓനക്കൊരു ജാക്കറ്റ് കൊടുക്കും. അപ്പോൾ സുന്നാൾ മനസ്സിൽ വിചാരിക്കുന്നത് ബട്ടർഫ്ലൈ റേസ് കാരണമാണ് ഇത്രയ്ക്ക് തണുക്കണമെന്ന് വിചാരിക്കും. എന്നിട്ട് മനസ്സിൽ തന്നെ വാങ്ങിനോട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. പിന്നെ സീന് പറഞ്ഞിട്ട് വന്നത് ആ ഓർഗനൈസേഷനത്തെ ഒരു ചങ്ങായിനായിരിക്കും. അയാളാണെങ്കിൽ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. അപ്പോൾ ഇയാൾ ക്ലാസ് റൂമൊക്കെ പഠിച്ചപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങൊക്കെ മണ്ടാൻ തുടങ്ങി. അപ്പോൾ സിങ്കാണെങ്കിൽ നമ്മളെ വേളെ മൈൻഡിൽ വന്നിട്ട് പറയും കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റാക്ക്, മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയും. അങ്ങനെ ഇയാൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇയാളാണെങ്കിൽ നമ്മളെ വാങ്ങിനെ കാണാം. അപ്പോൾ ഇയാളാണെങ്കിൽ ഒരു കുട്ടിയോ എന്നുള്ള രീതിക്ക് തന്നെ നോക്കുമ്പോഴായിരിക്കും എനിക്ക് എന്തോ ഒരു അറിയണ മാരിക്കത്തൊക്കെ തോന്നും, ലൈക്ക് മുന്നേ കണ്ട മാരിക്കൊക്കെ. അങ്ങനെ വാങ്ങാണെങ്കിൽ അവിടുന്ന് ഒരു സോഡ്, അതായത് നമ്മൾ ഇവൻ്റെ സോഡ്, വാങ്ങിൻ്റെ അല്ല ഇയാളെ സോഡ് എടുത്തിട്ട് അയാൾ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവിടുത്തെ ഭൂമിയൊക്കെ പൊട്ടിച്ചിട്ട് അയാൾ അവിടുന്ന് തെറിപ്പിച്ചാളെ. ശേഷം ഓനാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആ വീണാണെങ്കിൽ ശരിയാക്കും. മാത്രമല്ല അവിടുത്തെ ആ പോയിരുന്ന ചെടിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മുളച്ചു വരും. പോലെ തന്നെ ലിന്നാളിൽ ബോധം കിട്ടിയിരുന്നു, ഓൾക്കൊക്കെ സാധാ പോലെ. അതുപോലെ തന്നെ സ്കൂളും അതേപോലെ, അതായത് എങ്ങനെയൊന്നും അതുണ്ടായിരുന്നത് അതുപോലെ. ശരി സ്വേർഡ് സെയിൻറ്റിനെയാണ് കാണുക. അപ്പോൾ അയാളാണെങ്കിൽ ചോദിക്കും എന്നാലും ആരായിരിക്കും അത്. പിന്നെ നമ്മളെ സൂണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും കാണാം. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഓരോന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മോളിൽ നിന്നാണെങ്കിൽ എന്തോ ഒരു സാധനം പൊട്ടിയിട്ട് താഴത്തേക്ക് വെക്കും. അപ്പോൾ എല്ലാവരും അല്ലോ ഇത് 4 എംബ്ലംസിൻ്റെ മെമ്പറാണല്ലോ പറയും. അപ്പോൾ എല്ലാവരും പറയും അല്ലോ ഇത് 4 എംബ്ലംസിൻ്റെ മെമ്പറാണല്ലോ, ഇയാളിങ്ങനെ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ സൂക്കാനുള്ളൊരു ഐഡിയ വന്നിട്ട് ഇത് ഞാനാണ്, ഇതിൻ്റെ പ്ലാനായിരുന്നു, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കില്ല പറയും. അങ്ങനെ ഇത് ആൻസറാണ് ഈ എപ്പിസോഡിന്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.